ഇന്ന് ഞാനിവിടെ ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബീഫ് കട്ട്ലറ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 5 പൊട്ടറ്റോ കുക്കറിലിട്ടിട്ട് ഒരു 6 വിസിൽ വരെ വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം 6 വിസിൽ കേട്ടിട്ട് കുക്കർ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പൊട്ടറ്റോയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്കിൻ റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങുമ്പോഴേക്ക് പൊട്ടറ്റോ നല്ലതുപോലെ വെന്ത് വരണം, അല്ലെങ്കിൽ നമ്മളിത് കട്ട്ലറ്റിലേക്ക് ചേർക്കുമ്പോഴേക്ക് അത്ര ശരിയാകത്തില്ല. ഇനി കുക്കർ വാഷ് ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ബീഫാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ബീഫ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫിനൊപ്പം ചതച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 പീസ് ഇഞ്ചി, ഇതുപോലൊരു പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്, 2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്, ഫെന്നൽ സീഡ്, ഇത് 1.5 ടീസ്പൂൺ ഞാൻ ഇടാണ്. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടും. ഇത് ഇത്രയും കൂടി ചതച്ചിട്ട് ഇത് ബീഫിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും കുരുമുളകും പെരിഞ്ജീരകവും ഒക്കെ ചതച്ച് വന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴേക്കും കട്ട്ലറ്റിന് നല്ല രുചിയാണ്. കട്ട്ലറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. പേസ്റ്റ് ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ കട്ട്ലറ്റിന് നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഞാൻ കറിവേപ്പില നല്ലതുപോലെ ചേർക്കും കട്ട്ലറ്റിന്. ഒരു നല്ല പ്രത്യേക നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയും ചതച്ചെടുത്താൽ മതിയാവും. ഇനി ഈ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/4 ടീസ്പൂണിൽ നിന്നും കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ കട്ട്ലറ്റിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് നമ്മൾ കുക്കർ മൂടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് 6 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പറയാണ്, ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ബീഫ് വേകുന്നത്. എനിക്കിവിടെ 6 വിസിൽ കേട്ടാൽ മാത്രമേ ഈ ബീഫ് വെന്ത് കിട്ടത്തുള്ളൂ. വെച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. ഈ ബീഫ് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വഴറ്റിയെടുക്കാനുള്ള സവാള എടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ സവാള 4 എണ്ണം എടുത്തിട്ടുണ്ട്. സവാളയെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കണ്ടോ, ഈ ബീഫിൽ നിന്നിറങ്ങിയ വെള്ളമാണ്. ഇനി നമുക്ക് ഈ ചാറ് വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ വറ്റിച്ചിട്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് ഒന്ന് തണുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത ശേഷം ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഇതിവിടെ ഡ്രൈ ആയി വരുന്നുണ്ട്, വെള്ളമൊക്കെ വറ്റി വരുവാണ്. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടും അടുക്കി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനങ്ങനെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആവണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വേവിച്ചെടുക്കുമ്പോഴേക്ക് ഒരുപാട് വെന്ത് പോകരുത്. ഇത് ആവശ്യത്തിന് മാത്രമേ വേഗാവൂ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ കട്ട്ലറ്റ് അത്ര ടേസ്റ്റി ആയിരിക്കത്തില്ല. ഇതിപ്പം ഇതിൻ്റെ ചാറൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം. ബീഫ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ബീഫ് എടുക്കുമ്പം എല്ലില്ലാത്ത ബീഫ് വേണം നമ്മൾ എടുക്കേണ്ടത്. ബീഫായാലും മട്ടൺ ആയാലും ചിക്കൻ ആയാലും
അതിലൊട്ടും എല്ലിൻ്റെ അംശം വരാൻ പാടില്ല. മാംസം മാത്രമാണ് നമ്മൾ ഈ കട്ട്ലറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വിസ്താരമുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ട്ലറ്റിന് ഓയിൽ ഒഴിക്കുമ്പോഴേക്ക് ഓയിൽ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ ആ സ്ട്രക്ചർ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴേക്ക് ശരിയാകത്തില്ല. കണക്കിനുള്ള ഓയിലേ പാടുള്ളൂ. എണ്ണ ചൂടാവുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി ഇവിടെ വഴന്നു വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചതച്ചെടുക്കാം. ഈ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ സവാളയിലേക്ക് ചേർക്കും. ഞാനിവിടെ 1 പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചിട്ടെടുക്കാം. എരിവ് അധികം വേണ്ടാത്തവർ മുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ അത് ടേസ്റ്റ് ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുവാണ്. സവാള ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ കരിവേപ്പില നല്ലതുപോലെ ഇതിൽ ചതച്ചു വേണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിത് ഉരുളയാക്കി ഉരുട്ടി എടുക്കുമ്പോഴേക്ക് കരിവേപ്പില ഒരു ഡിസ്റ്റർബായിട്ട് നിൽക്കും. ഇതിവിടെ ചതച്ചിട്ടുണ്ട്. സവാള ഒരുപാടൊന്നും വഴലാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവ് കുറച്ച് വേണ്ടവർ ഈ കുരുമുളകിൻ്റെ അളവൊക്കെ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. എല്ലാ സവാളയ്ക്ക് വഴറ്റുമ്പോഴേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ള സവാള നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഈ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴേക്ക് ഒട്ടും വെള്ളത്തിൻ്റെ അംശം വരാനായിട്ട് പാടില്ല. നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനുള്ളത്. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴേക്ക് ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ലതുപോലെ നമ്മളിത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് തണുത്ത ശേഷം കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി. ഞാൻ ഇനിയിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ചിലർ ബീഫ് കൊളസ്ട്രോൾ കൂട്ടും എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർ വല്ലപ്പോഴും ഇത് ഉണ്ടാക്കിയാൽ മതി. എപ്പോഴും ഉണ്ടാക്കണം എന്ന് പറയുന്നില്ല. മാസത്തിലൊരിക്കലൊക്കെ ഉണ്ടാക്കിയുണ്ട് വലിയ കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സിമ്പിളായിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഹാർട്ടിൻ്റെ ഷേപ്പാക്കാം, ഓവൽ ഷേപ്പ്, സ്ക്വയറായിട്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഈ ഇരിക്കുന്ന കട്ട്ലറ്റിൻ്റെ കൂട്ടെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിൻ്റെ കൂട്ട്
ഞാൻ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കി ഇരിക്കുന്ന കൂട്ട് ഞാൻ പിന്നീട് ഷേപ്പ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ഷേപ്പ് ചെയ്തെടുത്ത് വച്ചിരിക്കുവാണ്. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഇത് നന്നായിട്ട് മിക്സായ ശേഷം ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ട് കോട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കട്ട്ലറ്റിന് ചെറിയൊരു ഗ്ലേസിങ്ങും കിട്ടും. ഇനി കോൺഫ്ലവർ ചേർത്തില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മുട്ട മാത്രം അടിച്ചെടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ അമേരിക്കൻ ഗാർഡൻ്റെ ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മറ്റൊരു ബൗളിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ആദ്യം തന്നെ ഇടരുത്, കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മളിത് കോട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ബ്രെഡ് ക്രംസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് കോട്ട് ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ബ്രെഡിൻ്റെ പീസും എല്ലാം കൂടി ഇതിലായിട്ട് പിന്നെ ഒരുപാട് ഇത് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടിട്ട് കോട്ട് ചെയ്ത് എടുത്താൽ മതി. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ ഓരോ കട്ട്ലറ്റും എടുത്ത് ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട കട്ട്ലറ്റ് ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ കട്ട്ലറ്റ് കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇനി നമുക്ക് അതിനുള്ള ടൈം ഇല്ലെങ്കിൽ നമ്മൾക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കുറച്ചുകൂടി ഇതൊന്ന് റെഡിയാവാനുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഒട്ടും പൊട്ടിപ്പോവുകയോ എണ്ണ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ബാക്കിയിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ കൂട്ടും നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് കട്ട്ലറ്റ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.